SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി 2025-26 വർഷത്തേക്ക് +1 അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രോസ്പെക്ടസ് പുറത്തിറങ്ങിയതോടെ ചില മാറ്റങ്ങൾ ഇപ്രാവശ്യമുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ തന്നെ തങ്ങളുടെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള അവബോധം വേണം. പേരൻസും കുട്ടികളും ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് സ്കൂൾ തലങ്ങളിലുള്ള ഹെൽപ്പ് ഡെസ്കുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ കാരണം അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകുന്ന പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതുമാത്രമല്ല, സ്കൂൾ ഓപ്ഷൻ കൊടുക്കുന്നത് കൃത്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ കോഴ്സ് കോഡുകൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി കൊടുക്കുമ്പോഴൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കുട്ടികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏകജാലകത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഇപ്രാവശ്യവും സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി തന്നെയാണ്, ഏകജാലക സംവിധാനത്തിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. +1 കോഴ്സിലേക്കുള്ള അപേക്ഷകൾ ഈ വരുന്ന 14-ാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യാവുന്നത്. നമ്മുടെ മൊബൈലിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. അതിന് hscap.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് അത് ചെയ്യേണ്ടത്. hscap എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ hscap എന്ന് പറയുന്ന ആ ഒരു ഏകജാലക സംവിധാനത്തിലേക്ക് എത്താൻ വേണ്ടി ഈസിയായി സാധിക്കും. നോക്കുക, ഹയർ സെക്കൻഡറി പ്രവേശനത്തിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനം ലളിതവും സുതാര്യവും സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുമായി 2008-2009 അധ്യയന വർഷം മുതൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി വരുന്ന ഏകജാലക പ്രവേശനമെന്ന കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് സംവിധാനം ഈ വർഷവും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ മാതൃകയായി തീർന്നിരിക്കുകയാണ്. 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള +1 പ്രവേശനത്തിനായിട്ടുള്ള പ്രോസ്പെക്ടസ് ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചും നമുക്ക് നോക്കുക, +1 പ്രവേശനം ലളിതമാണ്, സുതാര്യവും സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുമായിട്ട്. അപ്പം അതിനകത്ത് അർഹതപ്പെട്ടവർക്ക് ഒരാൾക്കും പ്രവേശനം ലഭിക്കാതിരിക്കില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട വിധം. അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യമോ അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിലായാലും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തിയിട്ട് +1 പ്രവേശനത്തിലുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ സ്കൂളുകളിൽ 14-ാം തീയതി മുതൽ തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ സംവിധാനത്തിൽ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകളെക്കുറിച്ചും ഓരോ സ്കൂളുകളിലെ കോഴ്സുകളെക്കുറിച്ചുമൊക്കെ വിശദമായി അവർ പറഞ്ഞു തരും. അപ്പോൾ കൃത്യമായി അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കോഴ്സുകൾ അത് പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ നമ്മളത് ലിസ്റ്റ് ചെയ്ത് കൃത്യമായി അവബോധത്തോടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലാണ് പ്രവേശന നടപടികൾ. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഗേറ്റ്വേ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ hscap.kerala.gov.in എന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് SWS എന്ന് പറയുന്നത് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കുള്ള മൊബൈൽ അത് കൃത്യമായിട്ട് ഇപ്പോൾ പേരൻസിൻ്റെ മൊബൈൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം വരെയെങ്കിലും വാലിഡിറ്റിയുള്ള മൊബൈൽ ഉപയോഗിക്കുക. കാരണം അതിനകത്തോട്ട് OTP വരും. നമ്മുടെ പാസ്വേഡ് വല്ലതും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ
നമ്മുടെ മൊബൈൽ നമ്പറാണ് അതിനകത്ത് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ അവരുടെ മൊബൈലിൽ ചെയ്യുമ്പോൾ അത് പിന്നീട് നമുക്ക് ആ ഒരു ഇതിനെ റിക്കവർ ചെയ്യാനൊക്കെ വളരെ പ്രയാസകരമാണ്. ഇത്തരത്തിൽ മൊബൈൽ OTPയിലൂടെ സുരക്ഷിതമായിട്ടുള്ള പാസ്വേഡ് നൽകി. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ പേരോ അങ്ങനെയൊക്കെ കൊടുക്കാം, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇയറൊക്കെ കൊടുത്തുകൊണ്ട്, അപ്പോൾ നമ്പർ, ചിഹ്നങ്ങൾ, നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ അതൊക്കെ കൊടുത്തുകൊണ്ടുള്ള പാസ്വേഡ്. അത് പക്ഷേ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഒരു ഡയറിയിലേക്കോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലേക്കോ അത് എഴുതി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സൃഷ്ടിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ആയിരിക്കും അപേക്ഷ സമർപ്പണം. തുടർന്നുള്ള പ്രവേശന പ്രവർത്തനങ്ങളും അപേക്ഷാർത്ഥികൾ നടത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷാ സമർപ്പണം, അപേക്ഷാ വിവരങ്ങൾ പരിശോധന, ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധന, ഓപ്ഷൻ പുനഃക്രമീകരണം, അലോട്ട്മെൻറ്റുകളുടെ പരിശോധന, പ്രവേശനത്തിന് വേണ്ടിയുള്ള രേഖകൾ സമർപ്പിക്കൽ, ഫീസ് ഒടുക്കൽ തുടങ്ങിയ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് അപേക്ഷകർ നിർവഹിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും അതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ 2 വർഷത്തെ ആ കോഴ്സിൻ്റെ സമയത്തെല്ലാം തന്നെ ആ ആപ്ലിക്കേഷൻ നമ്പർ എപ്പോഴും വേണം. അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന ലോഗിൻ ID-യിലൂടെ നമ്മൾ പാസ്വേഡ് സൃഷ്ടിക്കുന്നതിലൂടെ നമ്മളുടെ ഈ ഇയറിലെ ഒരു അപേക്ഷാ നമ്പർ ഉണ്ടാകും. ആ അപേക്ഷാ നമ്പർ കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് വളരെ സുരക്ഷിതമായി എഴുതി നമ്മുടെ ഡയറിയിൽ സൂക്ഷിക്കുക. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ചതിന് ശേഷം അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ലിങ്കിലൂടെ അപേക്ഷകർക്ക് സ്വന്തമായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 10ാം തരം പഠനത്തിൻ്റെ സ്കീം, അതേഴ്സ് ആയിട്ടുള്ളവർ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, തുല്യതാ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്കാൻ ചെയ്ത കോപ്പി. അപ്പോൾ 10ാം തരത്തിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ വരുന്നതാണ്. പക്ഷെ മറ്റുള്ള സ്കീമിൽ പഠിച്ച അതേഴ്സ് സ്കീമിൽ, അതായത് CBSEയോ മറ്റൊക്കെയുള്ള സ്കീമുകളിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അവരുടെ, ഇപ്പോൾ കേരളത്തിന് വെളിയിലൊക്കെ പഠിച്ചവരാണെങ്കിൽ അവരുടെ തുല്യതാ സർട്ടിഫിക്കറ്റ്, അതായത് കേരളത്തിലെ നമ്മുടെ SLCയുമായിട്ട് തുല്യതയാണ് എന്നുള്ളതും, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ചില വെളിയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ അതിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അത് 100 KB താഴെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഉയരത്തിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 100 KB അടിയിലേക്ക് താഴേക്ക് വരും. അപ്പോൾ ആ രീതിയിൽ ക്രോപ്പ് ചെയ്തിട്ട് വേണം. അതിനൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സ്കൂളുകളുമായി തന്നെ ബന്ധപ്പെടുക. പിന്നെ അതുപോലെ വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രത്യേക പരിഗണനയ്ക്ക് അർഹരായിട്ടുള്ളവർ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത വ്യക്തതയുള്ള കോപ്പി, അപ്പോൾ അത് ഒറിജിനൽ തന്നെ കൊണ്ടുപോയി അവിടുന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ഫയൽ ഇൻ PDF ഫോർമാറ്റാണ്. അതും 100 KB താഴെ തന്നെ ആയിരിക്കണം. അതും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു കാറ്റഗറിയിലാണ് വിഭിന്നശേഷി, ആ കാറ്റഗറിയിലാണ് അഡ്മിഷനെങ്കിൽ അത് സ്കൂളുമായിട്ട് നമ്മൾ പോയിട്ട് പ്രൈവറ്റായിട്ടുള്ള ഏജൻസികളെ കൊണ്ടോ നമ്മൾ വീട്ടിലിരുന്നോ തന്നെ ചെയ്യരുത്. സ്കൂളുകളുടെ ഹെൽപ്പ് ഡെസ്ക് പ്രിൻസിപ്പലിനോടോ ഒക്കെ അല്ലെങ്കിൽ HMനോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കൃത്യമായി ചെയ്തുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും തെറ്റുവരാതെ വളരെ സൂക്ഷിച്ച് വേണം. മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. നമ്മൾ 10ാം ക്ലാസ്സിൽ ഓൾറെഡി IED കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ആ മെഡിക്കൽ ബോർഡിൻ്റെ ആ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കിയാൽ മതിയാവും. അല്ല, പുതിയതായിട്ട് വേണ്ടതാണെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഓക്കെ. അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷയോടൊപ്പം പ്രത്യേകിച്ചും സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. നമ്മുടെ മാർക്ക് ലിസ്റ്റ് പോലും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അപേക്ഷകർ സമർപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുക. അക്കാരണത്താൽ തന്നെ അപേക്ഷയിൽ സമർപ്പിക്കുന്ന വിവരങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അപേക്ഷാർത്ഥി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് പ്രവേശനം നേടുന്നതിനായിട്ട് രേഖകൾ വെരിഫിക്കേഷനായി സമർപ്പിക്കുമ്പോൾ തെറ്റായ വിവരം നൽകി അലോട്ട്മെൻറ്റിൽ ഇടം നേടിയതാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത്തരം അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കി പ്രവേശനം നിരസിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെരിഫിക്കേഷൻ സമയത്ത്
സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രം, അല്ലെങ്കിൽ അത് മാത്രമേ നമ്മൾ തൽക്കാലം ഉൾപ്പെടുത്താവുള്ളൂ. അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നുണ്ട്, മുറയ്ക്ക് മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. മറ്റൊരു കാര്യം, ഒരു റവന്യൂ ജില്ലയിലേക്ക് ഒരു വിദ്യാർത്ഥി ഒന്നിൽ കൂടുതൽ, റവന്യൂ ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ല, അപ്പോൾ ആ ജില്ലയിലേക്ക് അതെന്താണെന്ന് വെച്ചാൽ ഒരു ജില്ലയിൽ തന്നെ വിദ്യാഭ്യാസ ജില്ലകൾ 1, 2, 3 ഒക്കെ കാണും. അപ്പോൾ ഒരു ജില്ലയിലേക്ക് ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ കൊണ്ടുപോയി ഒരു അപേക്ഷ കൊടുക്കുന്നു, തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ മറ്റൊരു താലൂക്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രദേശത്തോ കൊണ്ടുപോയി നമ്മുടെ ജില്ലയിലുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി മറ്റൊരു അപേക്ഷയും കൂടി സമർപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതായത് ഏകജാലക അപേക്ഷാ നമ്പർ ഒരു ജില്ലയിൽ ഒരെണ്ണമേ പാടുള്ളൂ. അതാണ് അതിൻ്റെ അടിസ്ഥാനം. മറ്റ് ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം അപേക്ഷകൾ മെറിറ്റ് സീറ്റിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാടുകയില്ല. മറ്റുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. ഇപ്പം മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട ആ രീതിയിലുള്ള അല്ലെങ്കിൽ അൺഎയ്ഡഡിലേക്കൊക്കെയുള്ള അപേക്ഷകളോ അങ്ങനത്തേതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് കൊടുക്കാമെങ്കിലും ഈ ഏകജാലകം വഴിയുള്ളതിൽ ഒറ്റ അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ. ഒന്നിലധികം റവന്യൂ ജില്ലകളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രവേശനം തേടുന്നവർ ഓരോ ജില്ലയിലേക്കും പ്രത്യേക അപേക്ഷകൾ നൽകേണ്ടതാണ്. അപേക്ഷ രജിസ്ട്രേഷൻ ഫീസ് 25 രൂപയാണ്. അത് പക്ഷേ നമുക്കിപ്പോൾ ഒന്നും അടയ്ക്കേണ്ടതില്ല. അത് പ്രവേശനം കിട്ടുന്ന സമയത്ത് ആ സ്കൂളിൽ അഡ്മിഷൻ്റെ സമയത്ത് മാത്രം, പ്രവേശന സമയത്ത് ഫീസിനൊപ്പം നമ്മളത് കൂടിയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷയ്ക്ക് ഫീസ് ഇപ്പം നൽകേണ്ടതില്ല. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് വെരിഫിക്കേഷനായി സ്കൂളുകളിൽ നൽകേണ്ടതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷ കൊടുത്ത് പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ തെറ്റ് തിരുത്തുകയും ഒന്നാമത്തെ അലോട്ട്മെൻറ്റ്, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ്, മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് അതിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം. ഇനി നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് ക്വാർട്ടേഴ്സ് സീറ്റുകളിലെ പ്രവേശനം ഏത് രീതിയിലാണ്? എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് ക്വാർട്ടേഴ്സ് സീറ്റുകളിലേക്കുള്ള പ്രവേശനം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനത്തിന് നിഷ്കർഷിച്ചിട്ടുള്ള നിശ്ചിത യോഗ്യത നേടിയവരെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ മാനേജ്മെൻറ്റ് ക്വാട്ട സീറ്റിലേക്ക് പ്രവേശനം നടത്തുന്നതിനുള്ള അധികാരം അതത് മാനേജ്മെൻറ്റുകളിൽ നിക്ഷിപ്തമാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഏകജാലകത്തിൽ അപേക്ഷിച്ചവർക്ക് മാത്രമാണ് അത് ആ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കും അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ 20% മാത്രമാണ്. 1-ാം വർഷ പ്രവേശനത്തിന് മുമ്പായി സ്കൂൾ പ്രിൻസിപ്പൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ സീറ്റ് മെട്രിക് പ്രകാരം തന്നെയാണ് വിവിധ കോട്ടകളിലെ പ്രവേശനം എന്നത്. അത് സ്കൂളിലെ പ്രിൻസിപ്പൽമാർക്കൊക്കെ ഉറപ്പാക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. എന്തായാലും മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്നവർ അതത് സ്കൂളിൽ നിന്നും ഈ ആവശ്യത്തിനായി ലഭിക്കുന്ന പ്രത്യേക അപേക്ഷാ ഫോമുണ്ട്. അത് ഒരു സ്കൂളിൽ കൊടുത്തു മറ്റൊരു സ്കൂളിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ മറ്റുള്ള സ്കൂളിൽ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് ഓരോ സ്കൂളിലും ഓരോ അപേക്ഷയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്രത്യേക അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് അതത് സ്കൂളുകളിൽ തന്നെ നൽകേണ്ടതാണ്. അപ്പോൾ ഏകജാലക പ്രവേശനത്തിൻ്റെ അപേക്ഷാ ഫോറം കമ്മ്യൂണിറ്റി, മാനേജ്മെൻറ്റ്, അൺഎയ്ഡഡ് കോട്ട സീറ്റുകളിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഏകജാലകത്തിൽ അപേക്ഷിച്ചവർക്ക് മാത്രമേ ഇതിലേക്കും അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നത് കൃത്യമായി ഓർക്കണം. നേരത്തെ പറഞ്ഞു ഹെൽപ്പ് ഡെസ്കുകളെക്കുറിച്ച്. അപേക്ഷ ഓൺലൈൻ സമർപ്പണം, അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിക്കൽ തുടങ്ങി സ്കൂൾ പ്രവേശനം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും പരിഹരിക്കുന്നതിന് സ്കൂൾ തലത്തിൽ അധ്യാപകരും രക്ഷകർത്ത സമിതിയും അംഗങ്ങളും ഉൾപ്പെടുന്ന ഹെൽപ്പ് ഡെസ്ക് പ്രവേശന പ്രക്രിയ അവസാനിക്കുന്നതുവരെ സ്കൂളിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ 14-ാം തീയതി മുതൽ സ്കൂളിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലെ അധ്യാപകരെയും അനധ്യാപകരെയും അത് നമ്മൾ അറിയേണ്ടതില്ല. എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അവിടെയെല്ലാം ഹെൽപ്പ് ഡെസ്കുകളുണ്ടാകും. അപ്പം അവിടെ പോയി മാത്രം നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിക്കൽ. അപേക്ഷയുടെ വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തേണ്ടത് അപേക്ഷകരുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. അതായത് കുട്ടികളാണ് അപേക്ഷകർ.
അപേക്ഷകരുടെ ഉത്തരവാദിത്തമാണ്. തെറ്റായി വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യുകയും അങ്ങനെയുള്ള അപേക്ഷകരുടെ പ്രവേശന സാധ്യത ഇല്ലാതാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കൃത്യമായിട്ടാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നത് കൃത്യമായി അത് നോക്കിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ. ഇനി ഞാൻ പറഞ്ഞു, ട്രയൽ അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അപേക്ഷകരായ വിദ്യാർത്ഥികൾക്ക് അവസാനവട്ട പരിശോധനയും തിരുത്തലുകളും വരുത്തുന്നതിനായി ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നതും ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അപേക്ഷകർക്ക് തന്നെ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ സാധിക്കുന്നതാണ്. അതിനൊരു ഡേറ്റുകൾ തരും. ആ ഡേറ്റുകൾക്കുള്ളിൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സ്കൂൾ അധികൃതരെ അറിയിക്കുക. നമ്മുടെ എവിടെയാണോ ഏകജാലക അപേക്ഷ നൽകിയത് ആ സ്കൂളുകളിൽ തന്നെ അറിയിക്കുക എന്നുള്ളതാണ്. തിരഞ്ഞെടുത്ത സ്കൂളുകളും സബ്ജക്റ്റ് കോമ്പിനേഷനും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഈ അവസരത്തിൽ സാധിക്കുകയും ചെയ്യും. അത് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. അലോട്ട്മെൻറ്റ് പ്രക്രിയ എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം ചില വ്യത്യാസങ്ങളുണ്ട്. നേരത്തെയൊക്കെ 50 സീറ്റാണ് ഒരു ഹയർ സെക്കൻഡറി ബാച്ചിലുള്ളതെങ്കിൽ ആ സീറ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുകയും അതിലേക്കുള്ള അലോട്ട്മെൻറ്റ് മാത്രമാണ് ആദ്യമൊക്കെ നൽകിയിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം മാർജിനൽ ഇൻക്രീസ്, അതായത് 50-ന് മുകളിൽ ചില സമയം അത് 30% വരെ, അതായത് മൊത്തത്തിലുള്ള സീറ്റിൻ്റെ 30%, അതായത് 15 സീറ്റ് വരെ മാർജിനൽ ഇൻക്രീസ് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ മാർജിനൽ ഇൻക്രീസ് അടക്കമുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയാണ് ആദ്യ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ തന്നെ പൂർത്തിയാകുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകളിലൂടെ തന്നെ ഏകദേശം സീറ്റുകൾ ഫില്ലാകുന്ന സ്ഥിതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പഴയ സ്ഥിതിയിൽ നിന്ന് മാറി 3 അലോട്ട്മെൻറ്റുകൾ അടങ്ങുന്ന മുഖ്യ അലോട്ട്മെൻറ്റ് പ്രക്രിയയ്ക്ക് ശേഷം ഒഴിവ് വരുന്ന സീറ്റിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടത്തും. അപ്പോൾ അതാണ് മുഖ്യ അലോട്ട്മെൻറ്റ് പ്രക്രിയ അവസാനിക്കുന്നതോടെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്ന വിദ്യാർത്ഥികൾ പ്രവേശനം നിർബന്ധമായി സ്ഥിരപ്പെടുത്തേണ്ടി വരും. അപ്പം ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിക്കുന്നതിന് മുമ്പ് ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക. ഏതൊക്കെ സ്കൂളുകളിലാണ്, ഏതൊക്കെ കോഴ്സുകളിലാണ്, ഏതൊക്കെ വിഭാഗത്തിലാണ്, ജനറൽ കാറ്റഗറിയാണോ അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിയാണോ അല്ലെ മാനേജ്മെൻറ്റ് കോട്ടയിലാണോ, എവിടെയൊക്കെയാണ് ഒഴിവുള്ളത് എന്നത് കൃത്യമായി നമുക്ക് ഈ HS CAP അത് ആ സൈറ്റിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപേക്ഷ നൽകിയിട്ടും മുഖ്യ അലോട്ട്മെൻറ്റുകളിൽ ഒന്നും ഇടം നേടാൻ കഴിയാത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കപ്പെടില്ല. അപ്പോൾ നേരത്തെ അപേക്ഷ നൽകാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ നൽകാം. മുഖ്യഘട്ട അപേക്ഷാ സമർപ്പണ തീയതിക്ക് ശേഷം യോഗ്യത നേടിയവരെയും ഈ ഘട്ടത്തിലായിരിക്കും പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് പരീക്ഷയൊക്കെ എഴുതിയവർക്ക് ചിലപ്പോൾ ഈ 2ാം ഘട്ടത്തിലായിരിക്കും അപേക്ഷ പരിഗണിക്കുക. എന്നാൽ നിലവിൽ പ്രവേശനം മെറിറ്റ്, സ്പോർട്സ്, മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് എന്നിവയിൽ ഏതെങ്കിലും കോട്ടയിൽ നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ പാടില്ല. അതായത് നിലവിൽ ഒരു അഡ്മിഷൻ കിട്ടി അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കെന്നാ കോഴ്സ് ചേഞ്ച് ചെയ്തേക്കാം, അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ അപേക്ഷകളൊക്കെ സമർപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവേശനം നേടാത്ത അപേക്ഷകരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതുമല്ല. അതായത് 1ാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചു, എന്നാൽ പിന്നെ അത് നമ്മൾ ഉദ്ദേശിച്ച കോഴ്സ് ലഭിച്ചില്ല, അല്ലെ സ്കൂളിൽ ലഭിച്ചില്ല, എന്നാൽ പിന്നെ ചേരേണ്ട സ്കൂളിൽ ചെല്ലാതെ അവർ വിളിച്ചിട്ട് പോലും ചെല്ലാതെ, അത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്കൂളിൽ പോയി താൽക്കാലികമായിട്ടെങ്കിലും ചേർന്നില്ല എങ്കിൽ അവരുടെ അവസരം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ അത് പിന്നെ പരിഗണിക്കപ്പെടുന്നില്ല. അപേക്ഷകരുള്ള പക്ഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾ അനുവദിക്കുന്നതാണ്.
അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ അതിലൊക്കെ പരിഗണിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളുകളോ കോഴ്സുകളോ ഒന്നും ലഭിക്കണമെന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അഡ്മിഷൻ്റെ സമയത്തെ കാര്യങ്ങളാണ്. അതായത് അലോട്ട്മെൻറ്റിന് സ്ഥിരപ്രവേശനവും താൽക്കാലിക പ്രവേശനവും എന്താണെന്നുള്ളത് കുട്ടികൾ രക്ഷിതാക്കളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാം ഓപ്ഷൻ പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് നൽകി നിശ്ചിത സമയത്തിനുള്ളിൽ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടണം. അതായത് ഒന്നാം ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ ആ സ്കൂളിൽ പോയിട്ട് ഫീസ് അടച്ച് അവിടെ ചേർന്നിരിക്കണം. ഫീസ് അടച്ചില്ലെങ്കിൽ ഈ സീറ്റുകൾ ഒഴിഞ്ഞതായി കണക്കാക്കുന്നതാണ്. അപ്പോൾ ഫീസ് കൃത്യമായിട്ട് അടച്ച് ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയായി. ഈ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് പിന്നീട് അവസരം ലഭിക്കുന്നതല്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഉയർന്ന ഓപ്ഷനിലേക്ക് മാറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രം താൽക്കാലിക പ്രവേശനം നേടിയാൽ മതി. വേണമെങ്കിൽ ആ സമയത്ത് തന്നെ താൽക്കാലിക പ്രവേശനം എന്നുള്ളത് നമുക്കൊരു ഓപ്ഷൻ കിട്ടി, 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. ആ സ്കൂളും ഓപ്ഷനും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്കവിടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ആയിട്ട് ചേരാനും സാധിക്കും. ഹയർ സെക്കൻഡറി പ്രവേശന യോഗ്യത തെളിയിക്കാനുള്ള അസൽ രേഖകൾ സ്കൂൾ പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചാൽ താൽക്കാലിക പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പം താൽക്കാലിക പ്രവേശനം നേടാൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. മെച്ചപ്പെട്ട ഓപ്ഷൻ ലഭിച്ച ശേഷം താൽക്കാലിക പ്രവേശനം നേടിയിരുന്ന സ്കൂളിൽ നിന്നും അസൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി പുതിയ സ്കൂളിൽ നൽകി പ്രവേശനം നേടിയാൽ മതി. ഇപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയോ അല്ലെങ്കിൽ മറ്റുള്ള കോട്ടയിലോ എങ്ങാണ് കിട്ടുകയാണെങ്കിലും ആ സമയത്ത് നമുക്ക് സ്കൂളുകളിൽ പോയി ആ താൽക്കാലികമായിട്ടുള്ള അലോട്ട്മെൻറ്റ് ആ ഒരു സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് അത് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് മേടിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. മുഖ്യ അലോട്ട്മെൻറ്റുകൾ കഴിയുന്നത് വരെ ഇങ്ങനെ താൽക്കാലിക അഡ്മിഷനിൽ തുടരാം. താഴ്ന്ന ഓപ്ഷനിൽ അഡ്മിഷൻ ലഭിച്ച ശേഷം അഡ്മിഷൻ സ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കിക്കൊണ്ട് ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെ തീരുമാനിക്കുന്നവർ ഉയർന്ന ഓപ്ഷൻ റദ്ദാക്കാൻ ആഗ്രഹിക്കുന്ന വിവരം പ്രവേശനം നേടുന്ന ദിവസം തന്നെ സ്കൂൾ പ്രിൻസിപ്പലിനെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. തിരഞ്ഞെടുത്ത ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായും ക്യാൻസൽ ചെയ്യാൻ ആ അവസരത്തിൽ പറ്റും. ഉയർന്ന ഓപ്ഷൻ റദ്ദ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു സീറ്റിലേക്ക് നമുക്ക് സ്ഥിരം പ്രവേശനമായിട്ടും നേടാം, അല്ലെങ്കിൽ ചില ഓപ്ഷനുകൾ മാത്രമായിട്ട് നിലനിർത്തിക്കൊണ്ട് അവിടെ താൽക്കാലിക പ്രവേശനത്തിനും സാധിക്കുമെന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കുന്ന രീതി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അപേക്ഷ സമർപ്പിച്ചവരാണെങ്കിലും ഒരു ജില്ലയിലെ അഡ്മിഷൻ നേടാൻ സാധിക്കുകയുള്ളൂ. ആ പ്രവേശനം നേടേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ SLC ബുക്കൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും TC കൗണ്ടർ സർട്ടിഫിക്കറ്റ് ഏതൊരു കുട്ടിയാണെങ്കിലും ഏത് അഡ്മിഷനാണെങ്കിലും താൽക്കാലികമായാലും അല്ലെങ്കിൽ സ്ഥിരപ്രവേശനം നേടുന്നതാണെങ്കിലും അവിടെ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ജില്ലയിൽ ഒരു ജില്ലയിൽ മാത്രം ഏത് ജില്ലയിലാണോ നിങ്ങൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ ജില്ലയിൽ തന്നെ ചേരുക എന്നുള്ളതാണ്, പ്രവേശനം നേടേണ്ടതാണ്. മറ്റുള്ള ജില്ലകളിലേത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും. അതോടെ മറ്റ് ജില്ലകളിലെ ഓപ്ഷനുകൾ തനിയെ റദ്ദാകുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രവേശനം നേടിയ ജില്ലയിൽ ആവശ്യമെങ്കിൽ താൽക്കാലിക അഡ്മിഷനിൽ തുടർന്നുകൊണ്ട് അതേ ജില്ലയിലെ മെച്ചപ്പെട്ട ഓപ്ഷനുകളിലേക്ക് അതൊക്കെ സാധാരണഗതിയിലുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ ആദ്യം ഒരു ജില്ലയിൽ മാത്രം അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതനുസരിച്ച് പ്രവേശനം നേടിയ ശേഷം തുടർന്ന് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ജില്ലയിൽ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പുതിയ അലോട്ട്മെൻറ്റ് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. തുടർന്ന് പുതിയതായി പ്രവേശനം നേടിയ ജില്ലയിലെ ഉയർന്ന ഓപ്ഷനുകളിലേക്ക് മാത്രമേ ഈ വിദ്യാർത്ഥിക്ക് മാറാൻ കഴിയൂ. ആദ്യം ജില്ലയിലെ ഓപ്ഷനുകൾ തനിയെ റദ്ദാകും. അപ്പോൾ ആദ്യ ജില്ലയിലെ ഓപ്ഷനുകളെല്ലാം തനിയെ റദ്ദാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർക്കുക. ഇനി ബോണസ് പോയിൻറ്റിൻ്റെ കാര്യമാണ്. ബോണസ് പോയിൻറ്റുകൾ അപ്പോൾ അതിന് ലിമിറ്റ് നിർണ്ണയിച്ചിട്ടുണ്ട് എങ്കിലും ശ്രദ്ധിക്കുക ഏതൊക്കെ വിഭാഗത്തിലാണെന്നുള്ളത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അങ്ങനെയുള്ള ബോണസ് പോയിൻറ്റുകൾ ലഭിക്കുന്നത് നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. അതായത് 0.000 ഏതെങ്കിലും ഒരു സംഖ്യ ആ വരുന്നത് പോലും നമ്മുടെ അഡ്മിഷനെ ബാധിക്കും. എന്ന് വെച്ചാൽ അത്രയും മാർക്കുകളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ പല രീതിയിലുള്ള കാര്യങ്ങളോ ഏകജാലക ആയതുകൊണ്ട് തന്നെ അതിനകത്ത്
വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ അഡ്മിഷൻ ഇല്ലാതെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോണസ് പോയിൻറ്റുകളൊക്കെ ഉള്ളത് കളയാതെ തന്നെ ശ്രമിക്കുക. കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ട ജവാന്മാരുടെ മക്കൾക്ക് നിയമപരമായി അവർ ദത്തെടുക്കുന്ന മക്കൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. അത് ബോണസ് പോയിൻ്റ് 5 മാർക്കാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലെ ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും ആർമി, നേവി, എയർഫോഴ്സ് മുതലായവ മാത്രം മക്കൾക്ക് നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്കുമൊക്കെ 3 മാർക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതാണ്. എക്സ് സർവീസ്മാൻ്റെ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്ന് അതേ വർഷം തനത് വർഷം ലഭിച്ച സർട്ടിഫിക്കറ്റ്, അതായത് കുട്ടി ഈ എക്സ് സർവീസുകാരൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമപരമായിട്ട് ദത്തെടുത്ത മക്കളാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അവരുടെ വാർഡാണെന്നാണ് അതിനകത്ത് സർട്ടിഫൈ ചെയ്ത് ഈ വർഷം തന്നെയുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ NCC അത് 75% കുറയാത്ത ഹാജർ കേഡറ്റിനുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. സ്കൗട്ട് ആൻഡ് ഗൈഡിലെ രാഷ്ട്രപതി പുരസ്കാർ, രാജ്യ പുരസ്കാർ നേടിയവർക്ക് മാത്രമേ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾക്ക് ആ ഒരു വിവക്ഷിച്ചിരിക്കുന്ന മാതിരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് ആ ഓർഡർ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ അതിന് 2 മാർക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ ലിറ്റിൽ കൈറ്റ്സിലെ അംഗം ആയിട്ടുള്ളതിന് 1 മാർക്കാണ്. അത് A ഗ്രേഡ് നേടിയിരിക്കണം. സെയിം സ്കൂളിലെ വിദ്യാർത്ഥിയാണെങ്കിൽ 2 മാർക്കുണ്ട്. ഒരേ ഗ്രാമപഞ്ചായത്താണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആ ഇതിലെ സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ ആ സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ അല്ലെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ എന്ത് കിട്ടും? 2 മാർക്ക് ബോണസ് പോയിൻ്റായിട്ട് കിട്ടും. അതേ താലൂക്കിലാണെങ്കിൽ നമുക്ക് 1 മാർക്ക് ലഭിക്കുന്നതാണ്. സ്കൂളിരിക്കുന്ന പ്രദേശം നമ്മുടെ അതേ താലൂക്കിലാണെങ്കിൽ. ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അല്ലാതെ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക്, അതായത് അതായത് ചില ഗ്രാമപഞ്ചായത്തിൽ സ്കൂളുകളില്ലാത്തതുണ്ടായിരിക്കും, അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിൻറ്റും 2ആണ്. പിന്നെ കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SLC കേരള സിലബസ് യോഗ്യത നേടുന്നവർക്ക് 3 മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ബോണസ് പോയിൻറ്റിന് അർഹതയുണ്ടെങ്കിലും ഒരു അപേക്ഷകന് പരമാവധി കിട്ടുന്നത് 10 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്ക് 15, 20 ഒക്കെ ഉണ്ടാവും, അതൊന്നും കണക്കാക്കില്ല. 10 വരെ നിജപ്പെടുത്തിയിട്ടുള്ളൂ. 10 ബോണസ് പോയിൻ്റ് വരെ ആവാം. അതായത് വിവിധ ഇനങ്ങളിലെ ഒരു അപേക്ഷകൻ 10 അതിലധികമോ ബോണസ് പോയിൻ്റ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും 10 നിജപ്പെടുത്തുന്നതാണ്. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിലുള്ള ബോണസ് പോയിൻ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ നോക്കുക, 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിങ്ങനെയുള്ള ബോണസ് പോയിൻറ്റിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ 10ാം തരത്തിലെ പരീക്ഷയിൽ നമുക്ക് മാർക്ക് കുറയുകയും ഈ വിഭാഗത്തിൻ്റെ ഗ്രേസ് മാർക്ക് വെച്ച് നമുക്ക് മാർക്ക് കൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മുടെ ഈ ഏകജാലക അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ബോണസ് പോയിൻറ്റിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല എന്നതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് ഓപ്പൺ മെറിറ്റായി 42% നമുക്ക് ലഭിക്കുന്നത്. 42%, 42 സീറ്റല്ല. അപ്പോൾ 100%-ൽ 42% ഓപ്പൺ മെറിറ്റും 50% പണ്ട് മുതലേ തന്നെ റിസർവേഷൻ കാറ്റഗറിക്ക്, ഇപ്പോൾ SC, ST, OEC, OBC, സംവരണം ആ രീതിയിലാണ്. തുടർന്ന് 10% മുന്നോക്കക്കാരിലെ പിന്നോക്കം, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് 10% മാറ്റിവെച്ചിരിക്കുന്നു. പിന്നെ സ്പോർട്സ് കോട്ടയിലുള്ളവർക്കും ഒക്കെ ആ ഒരു കോട്ടയിൽ നിന്നാണ് IED കാറ്റഗറി വരും. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറി കൂടി വരുമ്പോൾ നമുക്ക് 42% അതിനകത്ത് ലഭിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ളതിൽ 60% മെറിറ്റാണ്. അതുപോലെ ന്യൂനപക്ഷ പിന്നോക്ക സമുദായ എയ്ഡഡ് മാനേജ്മെൻറ്റുകളുണ്ട്, ക്രിസ്ത്യൻ, അതുപോലെ
മുസ്ലിം അതുപോലെയൊക്കെയുള്ള ന്യൂനപക്ഷ പിന്നോക്ക സമുദായ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകളിലേക്ക് ആ 40% മെറിറ്റ് സീറ്റ് വരുന്നത്. അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കും 40% മെറിറ്റ് സീറ്റുകൾ വരുന്നത്. മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ ഗവൺമെൻറ് സ്കൂളുകളിലില്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ മറ്റുള്ളിടത്തെല്ലാം 20%. അതുപോലെ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ വ്യത്യാസമുണ്ട്, 40%. അപ്പോൾ ആ രീതിയിലാണ് വിഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നതിനകത്ത് മെറിറ്റ് കോട്ട ഇല്ല. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് തന്നെ മാനേജ്മെൻറ്റ് കോട്ട ഇല്ല. അതിൽ 20%, അതത് സമുദായത്തിലെ അപേക്ഷകർക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റ് ഏത് ഇതാണോ അതിനകത്ത് അവർക്ക് ആ സമുദായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് 20% ഇത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ. പിന്നെ ഓരോ വിഭാഗങ്ങൾ അത് നമ്മൾ കൂടുതലായിട്ട് അറിയണമെന്നില്ല. ഈഴവ, തീയ, ബില്ലവ, ETB എന്ന് പറയും, 8%. മുസ്ലിം 7% മെറിറ്റ് സീറ്റിൽ. അതുപോലെ ലാറ്റിൻ കാത്തലിക്, അതുപോലെ SIUC വിഭാഗക്കാർ, ആംഗ്ലോ ഇന്ത്യൻസ് 3%. അതുപോലെ മറ്റ് പിന്നോക്ക ക്രിസ്ത്യൻ വിഭാഗമൊക്കെ അത് 1%. അതുപോലെ ധീവര വിഭാഗത്തിൽ എല്ലാ വിഭാഗങ്ങളും കൂടി 2%. വിശ്വകർമ്മ അനുബന്ധ വിഭാഗങ്ങൾ 2%. അതുപോലെ കുടുംബി, കുശവൻ അതുപോലെയുള്ളവർക്ക് 1% മറ്റ് പിന്നോക്ക ഹിന്ദു സമുദായങ്ങൾ 3%, പട്ടികജാതി 12%, പട്ടികവർഗം 8%. അതുപോലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണത്തിന് അർഹതയുള്ള സംവരണേതര വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ EWS 10% മെറിറ്റ് സീറ്റിന് യോഗ്യതയുള്ളതാണ്. അതുപോലെ സ്പോർട്സ് കോട്ട, വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട IEDC, അതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ, അതൊക്കെ മറ്റ് മെറിറ്റിനകത്ത് വരുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഓരോ വിഭാഗങ്ങൾ സ്പോർട്സ് കോട്ട എങ്ങനെയാണ്. അതിൻ്റെ ഓപ്പൺ മെറിറ്റിൻ്റെ 5% സ്പോർട്സ് കോട്ടയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിൽ. അതുപോലെ തന്നെ മറ്റ് എയ്ഡഡ് സ്കൂളുകളിലെ ആണെങ്കിലും അത് ന്യൂനപക്ഷം അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഏത് സ്കൂളാണെങ്കിലും 5% ഓപ്പൺ മെറിറ്റിൻ്റെ 5% സ്പോർട്സ് കോട്ടയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ അങ്ങനെ ഇല്ല. പിന്നെ വിഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് ഓപ്പൺ മെറിറ്റിൻ്റെ 3% സർക്കാർ സ്കൂളുകളിലും അതുപോലെ മറ്റ് സ്കൂളുകളിലും, ഈ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലെല്ലാം തന്നെ 3% ഓപ്പൺ മെറിറ്റിൻ്റെ ഇത് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്പോർട്സിന് പങ്കെടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. സ്പോർട്സിന് പങ്കെടുത്ത അതിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കില്ല. സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനത്തിന് ഏകജാലകത്തിൽ അപേക്ഷ കൊടുക്കണം. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിന് 2 ഘട്ടങ്ങൾ ഉൾപ്പെട്ട ഓൺലൈൻ കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് സംവിധാനം ഈ വർഷവും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സ്പോർട്സിൽ മികവ് നേടിയ വിദ്യാർത്ഥികൾ അവരുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ അതാത് ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ അവിടെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധികാരികൾ ഓരോ വിദ്യാർത്ഥികളുടെയും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ ആയതിലേക്ക് തയ്യാറാക്കുന്ന പ്രത്യേക ഓൺലൈൻ സംവിധാനത്തിലൂടെ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ തന്നെ ഒരു സ്കോർ കാർഡ് ഓരോ വിദ്യാർത്ഥികൾക്കും ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ 2ാം ഘട്ടത്തിൽ +1 അഡ്മിഷന് യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനായി അവരുടെ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് തന്നെ നമ്മൾ ഏകജാലകത്തിൽ അപേക്ഷിച്ചാൽ മാത്രം പോരാ, ഈ സ്പോർട്സ് കോട്ടയിലേക്ക് വരുന്നതിന് നമുക്ക് മറ്റ് സ്പോർട്സ് കൗൺസിലിലും കൂടി, അതാത് ജില്ലയിലെ സ്പോർട്സ് കൗൺസിലിലും കൂടി അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ PET ആയിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്തുള്ള സ്കൂളിലെ ആണെങ്കിൽ, നിങ്ങളുടെ സ്കൂളിൽ PET ഇല്ല എങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ തൊട്ടടുത്ത സ്കൂളിലെ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ, അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ തന്നെ സ്കൂളിലെ പ്രിൻസിപ്പളോടോ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിലോ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നതാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമ്മളുമായിട്ട് ബാധിക്കുന്നതാണെങ്കിലും നമ്മൾ നേരിട്ട് അറിയുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെയിറ്റേജ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ് ഓരോ വിദ്യാർത്ഥിയുടെയും കണക്കാക്കിയാണ് പ്രവേശനത്തിനുള്ള അർഹത നിശ്ചയിക്കുന്നത്.
അപ്പോൾ അത്ര സുതാര്യമായിട്ടാണ് ചെയ്യുന്നത്. അത് കണക്കാക്കുന്ന വിധം എന്നിങ്ങനെയാണ്. ആദ്യം യോഗ്യതാ പരീക്ഷയിൽ ഓരോ വിഷയത്തിനും അപേക്ഷകന് ലഭിച്ച ഗ്രേഡുകൾക്ക് താഴെ സൂചിപ്പിച്ച പ്രകാരം ഗ്രേഡ് പോയിൻ്റ് നൽകുന്നു. എങ്ങനെയാണെന്ന് നോക്കുക. A+ന് 9, അതുപോലെ Aക്ക് 8, അത് അങ്ങനെ ക്രമത്തിൽ വരും. B+ന് 7, Bക്ക് 6, C+ന് 5, Cക്ക് 4, D+ന് 3, ഈ ക്രമത്തിലാണ് വരുന്നത്. അപ്പം അത് പ്രകാരം ആണ് യോഗ്യത പരീക്ഷയ്ക്ക് ഓരോ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കിൻ്റേത് ഈ രീതിയിലാണ് ഗ്രേഡ് പോയിൻ്റ് കണക്കാക്കുന്നത്. അതുപോലെ വിവിധ വിഷയങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗ്രേഡ് പോയിൻ്റുകളുടെ തുകയായിട്ടുള്ള TGP ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് കണക്കാക്കുന്നു. അപ്പോൾ 10 വിഷയങ്ങൾക്ക് A+ ഗ്രേഡുകൾ ലഭിച്ച വിദ്യാർത്ഥിയുടെ TGP എന്ന് പറയുന്നത് 90 ആയിരിക്കും. ഹയർ സെക്കൻഡറി പഠനത്തിന് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന വിഷയ കോമ്പിനേഷനുകൾക്കനുസരിച്ച് യോഗ്യതാ പരീക്ഷയിലെ ചില വിഷയങ്ങളിൽ വെയിറ്റേജ് ലഭിക്കും. തിരഞ്ഞെടുക്കുന്ന വിഷയ കോമ്പിനേഷനുകൾ ബന്ധപ്പെട്ടുള്ള SLC പേപ്പറുകൾക്കാണ് ഇങ്ങനെ വെയിറ്റേജ് ലഭിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സയൻസാണ് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നീ വിഷയങ്ങളുടെ മാർക്കും കൂടി ആഡ് ചെയ്യും. മറ്റുള്ള മാർക്കുകൾ എടുക്കുന്നില്ല. ഇപ്പോൾ കൊമേഴ്സിനാണെങ്കിൽ നമുക്ക് മാത്സിൻ്റെയും സോഷ്യൽ സ്റ്റഡീസിൻ്റെയും മാർക്കും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെയും കൂടി മാർക്ക് ആഡ് ചെയ്തിട്ടാണ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളുടെയും കൂടി മാർക്ക് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ടോട്ടൽ വെയിറ്റേജിലേക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. WGPA തുല്യമായാൽ പോലും ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ചില ക്രൈറ്റീരിയകളുണ്ട്. അത് നോക്കുക. തുല്യ പോയിൻ്റ് ലഭിച്ചാൽ പോലും മുൻഗണന പ്രകാരം ടൈ ബ്രേക്ക് ചെയ്ത് അർഹത നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഗ്രേസ് മാർക്ക് ലഭിക്കാത്ത അപേക്ഷകർ WGPA സൂത്രവാക്യത്തിൻ്റെ ആദ്യ ഭാഗം നോക്കുക. കൂടുതലുള്ളത് എങ്ങനെ ക്രമത്തിൽ റാങ്കിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ. വെയിറ്റേജിന് കണക്കാളെടുത്ത വിഷയങ്ങളുടെ ഉയർന്ന TGP എടുക്കും. ഇംഗ്ലീഷിൻ്റെ ഉയർന്ന ഗ്രേഡ് പോയിൻ്റ് എടുക്കും. ഒന്നാം ഭാഷയുടെ ഉയർന്ന ഗ്രേഡ് പോയിൻ്റ് എടുക്കും. ടൈ വരുന്ന കോമ്പിനേഷൻ അപേക്ഷകർ രേഖപ്പെടുത്തിയ മുൻഗണന നോക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തുല്യമായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. അപ്പം അതിൻ്റെ തുല്യമായതല്ലെങ്കിൽ പോലും ചില അവസരത്തിൽ നമ്മളെക്കാട്ടിലും മാർക്ക് കുറഞ്ഞവർക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതപ്പം ചിലപ്പോൾ ഒരു കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷനിലെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യൽ സയൻസിന് കുറച്ച് കൂടുതൽ മാർക്കുണ്ട്, അപ്പോൾ അവർ മുന്നിലേക്ക് വരും. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ ആ രീതിയിൽ വരും, മറ്റു കോമ്പിനേഷനാണെങ്കിൽ ആ രീതിയിൽ വരും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ തുല്യത വരുന്ന സാഹചര്യത്തിൽ അപേക്ഷകൻ്റെ പ്രാദേശിക പശ്ചാത്തലം, അതായത് സെയിം സ്കൂൾ, അതേ ഗ്രാമപഞ്ചായത്ത്, ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്ത്, അതേ താലൂക്ക്, അതേ ജില്ല എന്നിങ്ങനെയായിരിക്കും മുൻഗണനാ ക്രമം. ഇനിയും തുല്യ നിലയിൽ തുടർന്നാൽ പിന്നീട് നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ NDSC പോലെയുള്ള, അല്ലെങ്കിൽ മീൻസ് ആൻഡ് മെറിറ്റ് സ്കോളർഷിപ്പ് NMMSSE എന്ന് പറയുന്നത്, പിന്നെ USS, LSS പരീക്ഷയിലെ മികവ്, കലാകായിക മത്സരങ്ങൾ, സംസ്ഥാനതല പ്രവൃത്തി പരിചയമേള എന്നിവയിലെ മികവ്. അപ്പോൾ അത് ആ മുൻഗണനാക്രമം നോക്കേണ്ടി വരും. അപ്പോൾ NMMS അതിൽ യോഗ്യത നേടിയ, പരീക്ഷയിൽ യോഗ്യത നേടിയവർ, USS പരീക്ഷയിൽ യോഗ്യത നേടിയവർ, LSS പരീക്ഷയിൽ യോഗ്യത നേടിയവർ, സംസ്ഥാനതല യുവജനോത്സവത്തിൽ പങ്കെടുത്തവർ, ഗ്രേസ് മാർക്കിന് അർഹതയില്ലാത്തവർ, ഈ ഒരു ക്രമത്തിലായിരിക്കും. അതുപോലെ സംസ്ഥാന തലത്തിലെ ശാസ്ത്ര, സാമൂഹിക ശാസ്ത്ര, ഗണിത ശാസ്ത്ര മേളകൾ, IT മേള, സംസ്ഥാനതല പ്രവൃത്തി പരിചയ മേളകൾ എന്നിവയിൽ C ഗ്രേഡ്. വിവിധ മേളകൾക്ക് ഒരേ മുൻഗണനയായിരിക്കും. ഇപ്പോൾ സംസ്ഥാനതല ശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര അത് തന്നെ D ഗ്രേഡ് അല്ലെ E ഗ്രേഡ്. അപ്പോൾ അതൊക്കെ ഏകമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ സംസ്ഥാന കായിക മത്സരത്തിൽ പങ്കെടുത്തവർ, ഗ്രേസ് മാർക്ക് ഇല്ലാതെങ്കിലും പങ്കെടുത്തു, പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അവരെയാണ് പിന്നീട് പരിഗണിക്കുക. അപ്പോൾ ആ രീതിയിൽ ജില്ലാതല യുവജനോത്സവത്തിൽ A ഗ്രേഡ് നേടിയവർ, അതുപോലെ ജില്ലാതല കായിക മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയവർ, B ഗ്രേഡ് നേടിയവർ, 2ാം സ്ഥാനം നേടിയവർ. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ക്രൈറ്റീരിയ, 2ാം സ്ഥാനം ജില്ലാതല കായിക മത്സരത്തിലും 2ാം സ്ഥാനം നേടിയവർ, C ഗ്രേഡ് നേടിയവർ. അപ്പോൾ അതുപോലെ ജില്ലാതല കായിക മത്സരത്തിലും 3ാം സ്ഥാനം നേടിയവർ, ഈ ക്രമത്തിൽ താഴോട്ട് ജില്ലാതല യുവജനോത്സവത്തിൽ പങ്കെടുത്തവർ, കായിക മത്സരത്തിൽ പങ്കെടുത്തവർ, ഇങ്ങനെ
എല്ലാമാണ് തുല്യനില വന്നു കഴിഞ്ഞാൽ നോക്കുന്നത്. ഇനിയും തുല്യനില തുടർന്നാലോ താഴെ കാണുന്ന അക്കാദമികേതര പ്രവർത്തനങ്ങൾ കൂടി മുൻഗണനാക്രമത്തിൽ പരിഗണിച്ച് പ്രവേശന യോഗ്യത നിശ്ചയിക്കുന്നതാണ് റെഡ് ക്രോസിൻ്റെ പ്രവർത്തനങ്ങൾ. അതുപോലെ സ്കൂളുകളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിലും ആ സ്കൂളിലെ ഏതെങ്കിലും 2 ക്ലബ്ബിൽ നിങ്ങൾ അംഗങ്ങളായിരിക്കും. 2 ക്ലബ്ബുകളിൽ മാത്രം അംഗത്വം മാത്രമേ ഒരു സ്കൂളിലത്തേത് അംഗീകരിക്കപ്പെടുകയുള്ളൂ. 3 ക്ലബ്ബിലൊക്കെ അംഗമായിട്ടുള്ള കുട്ടികളുണ്ടാവും, പക്ഷേ അത് അംഗീകരിക്കപ്പെടുന്നില്ല. 2 സർട്ടിഫിക്കറ്റ് ഒരു സർട്ടിഫിക്കറ്റിൽ തന്നെ എൻട്രി ചെയ്താൽ മതിയാവും. നേച്ചർ ക്ലബ്ബ്, ഫോറസ്ട്രി ക്ലബ്ബ്, അതുപോലെ സയൻസ്, സോഷ്യൽ സയൻസ്, ഡിബേറ്റിംഗ്, ഒറേറ്ററി, ഫിലാറ്റലി, അതുപോലെ മാത്തമാറ്റിക്സ്, IT, ഹെൽത്ത് ക്ലബ്ബ്, ഇങ്ങനെയുള്ള ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ സർട്ടിഫിക്കറ്റ് അത് സ്കൂളിലെ പ്രഥമാധ്യാപകൻ അല്ലെങ്കിൽ HM തരുന്നതാണ്. സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലാസ് ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് ക്ലബ്ബിലൊക്കെയാണ് അംഗമെന്ന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ അത് ക്ലാസ് ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബുകളിൽ 1-2 ക്ലബ്ബുകളിൽ അംഗത്വം ഉണ്ടാവും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക. പിന്നെ വരുന്നത്, പിന്നെ പരിഗണിക്കുന്നത് പിന്നെയും തുല്യമായിട്ടാണെങ്കിൽ കേരള സംസ്ഥാന പൊതുപരീക്ഷ പാസ്സായവർ എന്നുള്ളത്. മറ്റ് പരീക്ഷകളെക്കാട്ടിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം പൂർത്തിയാക്കിയ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ. അതുപോലെ പിന്നെയും തുല്യനിലയാണ് തുടരുന്നതെങ്കിൽ ജനനത്തീയതി നോക്കും, എന്നിട്ട് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആരാണ് എന്നുള്ളത് നോക്കുന്നു. പിന്നെ അപേക്ഷകൻ്റെ പേര് ഇംഗ്ലീഷ് ഇനി വരുന്നതാണ് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ സബ്ജക്റ്റ് കോമ്പിനേഷനുകളും കോഡുകളും. സയൻസ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ കൊമേഴ്സ് എന്നീ 3 ഗ്രൂപ്പുകളിലായി ഹയർ സെക്കൻഡറി പഠനത്തിനാകെ 45 സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ ലഭ്യമാണ്. ഗ്രൂപ്പ് തിരിച്ചുള്ള സബ്ജക്റ്റ് കോമ്പിനേഷനുകളും അവയുടെ കോഡുകളും ഓരോ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുമ്പോഴും വെയിറ്റേജ് ലഭിക്കുന്ന SLC വിഷയങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പല ഘടകങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കതിനുള്ള കാലിബറുണ്ടോ, അതിനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള എന്താണ് നമ്മുടെ ലക്ഷ്യമെന്നും ഒക്കെ കൃത്യമായി അനലൈസ് ചെയ്ത് വേണം നമ്മൾ ഓരോ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിന്. അതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്ത് കോഴ്സുകളുടെ കോഡുകൾ, അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ ഏതാണ്, അതിനകത്ത് വെയിറ്റേജ് ലഭിക്കുന്ന SLC വിഷയങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ സയൻസ് ഗ്രൂപ്പിലേക്കുള്ളതിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ മാർക്ക് കൂടി നമ്മുടെ ടോട്ടൽ മാർക്കിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വെയിറ്റേജ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലെ സ്കൂളുകളിലുള്ള കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ എൻട്രൻസ് എക്സാമിനേഷനുകൾ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മെഡിക്കൽ ഫീൽഡും 2 എൻജിനീയറിംഗ് ഫീൽഡുമാണ്. 2ലും എഴുതാൻ കഴിയുന്നതിന് ഏറ്റവും പ്രധാനമുള്ള ഒരു സബ്ജക്റ്റ് കോമ്പിനേഷനാണിത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നുള്ളത് JEE മെയിൻ, JEE അഡ്വാൻസ് എന്നീ പരീക്ഷകൾ എഴുതാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്തിനു വേണം, നീറ്റ് എക്സാമിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പം മെഡിക്കൽ ഫീൽഡിലേക്കും എൻജിനീയറിംഗ് ഫീൽഡിലേക്കുമൊക്കെ പോകുന്നതിന് വേണ്ടി നമുക്ക് ഒരു കൃത്യമായിട്ട് ഈ ഒരു കോഴ്സ് ഏറ്റവും പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകൾ, നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ പൊതുവായി കാണുന്ന സയൻസ് കോമ്പിനേഷനാണിത്. ഇനി മറ്റുള്ള കോമ്പിനേഷനുകൾ, മാത്സ് വിഷമമുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു എൻജിനീയറിംഗ് ഫീൽഡൊന്നും അല്ല എങ്കിൽ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, നഴ്സിംഗ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ സേവന സന്നദ്ധതയുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. അതുപോലെ 03 എന്ന് പറയുന്ന കോമ്പിനേഷനുണ്ട്. അത് ഹോം സയൻസും മാത്തമാറ്റിക്സും കൂടെ ഉൾപ്പെടുന്നു. അപ്പോൾ ബയോളജി ഒഴിവാകുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷനും ഉണ്ട്. 4 എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജിയും മാത്തമാറ്റിക്സുമാണ്. അപ്പം ഇതിൻ്റെ എല്ലാം വെയിറ്റേജ് ലഭിക്കുന്നത് SLC വിഷയങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ 05 എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടറാണ്. അതുപോലെ 6 എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ് ആണ്.
7 ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് ജിയോളജിയാണ്. 8 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 9 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സൈക്കോളജി. അപ്പോൾ അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. നോക്കുക, ഈ 5ാമത്തെ തൊട്ടിട്ട് 8ാമത്തേതിന് വരെ, അതായത് നേരത്തെ നമ്മൾ കണ്ടത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ 9 എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സൈക്കോളജി. അതിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സും ഉൾപ്പെടുന്നു, ആദ്യത്തെ പോലെ തന്നെ ഉൾപ്പെടുന്നു. ഇതാണ് സയൻസ് കോമ്പിനേഷനിൽ ഉള്ള കോഴ്സുകളും അതിൻ്റെ കോഡുകളുമാണ്. അപ്പോൾ ഇതിലേതാണ് കോഴ്സുകൾ, നമ്മുടെ വീടിനടുത്ത് ഏതാണ് അവൈലബിൾ, ഏറ്റവും നല്ല സ്കൂൾ ഏതാണ്, ഇപ്പോൾ ഏറ്റവും ഫെസിലിറ്റി ഉള്ള സ്കൂൾ ഏതാണ് എന്നൊക്കെ നോക്കി നമുക്ക് അത് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രയോറിറ്റൈസ് ചെയ്ത് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അടുത്തത് ഹ്യൂമാനിറ്റീസാണ് ഏറ്റവും കൂടുതൽ കോഡുകളുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സംവിധാനം ഹ്യൂമാനിറ്റീസിലാണ്, വൈവിധ്യം ആർന്ന കോഴ്സുകളുള്ളത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് സ്കൂളുകളിലുള്ളതാണ് 10 എന്ന് പറയുന്നത്. 10 എന്താണ്? ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജോഗ്രഫി. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് ലഭിക്കുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ സയൻസ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ പെർഫോമൻസ്, നമ്മുടെ SLCക്ക് കിട്ടിയ ഗ്രേഡും അതിൻ്റെ കൂടെ സോഷ്യൽ സയൻസിന് കിട്ടിയ ഗ്രേഡും കൂടി കൂട്ടിയിട്ടാണ് അതിൻ്റെ മാർക്കിലേക്ക് മാറ്റി അതിലാണ് നമ്മുടെ വെയിറ്റേജ് നിശ്ചയിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സോഷ്യോളജി. 12ാമത്തേതെന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോളജി. 13 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മ്യൂസിക്. അതുപോലെ 14 എന്ന് പറയുന്നത് ഗാന്ധിയൻ സ്റ്റഡീസ്, അതുപോലെ ഫിലോസഫി, സോഷ്യൽ വർക്ക്, അതുപോലെ ജോഗ്രഫിയും പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയും. അങ്ങനെ വരുന്ന കോമ്പിനേഷൻ 17 വരുന്നു. അതുപോലെ 18 ഇസ്ലാമിക് ഹിസ്റ്ററിയും സോഷ്യോളജിയും വരുന്നു. അതുപോലെ 19 സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ഗാന്ധിയൻ സ്റ്റഡീസ്, ഇങ്ങനെ റയറായിട്ടുള്ള ഒരു കോമ്പിനേഷനുകളും ഒക്കെ വരുന്നു. അതുപോലെ 20ാമത്തെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി വരുന്നു. 21 ആന്ത്രപ്പോളജി എന്നുള്ള വിഷയം കൂടി വരുന്നു. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതോടൊപ്പം ആന്ത്രപ്പോളജി. അതുപോലെ 22 എന്ന് പറയുന്നത് ജോഗ്രഫിയും മലയാളവും. നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം പഠിക്കുന്നുണ്ടെങ്കിലും ഇത് സബ്ജക്റ്റായിട്ട്, ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് നമ്മുടെ പാർട്ട് 3 ആയിട്ട് തന്നെ മലയാളം പഠിക്കുന്നു, ലാംഗ്വേജ് പഠിക്കുന്നു. ഹിന്ദി, അറബിക്ക്, ഉറുദു, അല്ലെങ്കിൽ കന്നഡ, തമിഴ്, സാൻസ്ക്രിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ 29, 30 എന്നൊക്കെ പറയുന്നതാണ്. 30 എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, കുറച്ച് മാത്തമാറ്റിക്സ്. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പം അതിനകത്ത് അനലൈസ്, നമുക്ക് ഇത് എക്കണോമിക്സിൻ്റെ കൂടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. അതിനെക്കാട്ടിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റ് തന്നെ പഠിക്കുന്നതാണ് നമ്മൾ 30ാമത്തെ ഓപ്ഷൻ. അതുപോലെ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന 31ാമത്തെ ഓപ്ഷനുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സബ്ജക്റ്റിന് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്ന ഓപ്ഷന് മാത്തമാറ്റിക്സും കൂടി, ഇതിന് മുമ്പ് ഉള്ള നമ്മൾ പറഞ്ഞതെല്ലാം 29 വരെ ഉള്ളതെന്ന് പറയുന്നത് 10 മുതൽ 29 വരെയുള്ള ഓപ്ഷനുകളിലെല്ലാം തന്നെ സോഷ്യൽ സയൻസാണ് ആഡ് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ മാത്തമാറ്റിക്സും കൂടെ 30 മുതൽ 32 വരെയുള്ള ഓപ്ഷനിൽ മാത്തമാറ്റിക്സ് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ എക്കണോമിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതിനകത്ത് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം കൂടി വരുന്നു. അപ്പോൾ ലാംഗ്വേജിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, സോഷ്യൽ സയൻസിൻ്റെ കൂടെ ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടി ഇത് ചെയ്യുന്നു. അടുത്തതാണെങ്കിൽ 34 സോഷ്യോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതുപോലെ 35 എന്ന് പറയുന്ന ജേർണലിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോളജി. ഇതിനെല്ലാം ഇംഗ്ലീഷും കൂടി അതിന് കൂടി ആഡ് ചെയ്യുന്നു. ഇനിയുള്ളത് 41 ആണ്. 41 ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, മലയാളം. അപ്പം നമ്മൾ മലയാളം അത് 3rd പേപ്പറായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. പാർട്ട് 3 ആയിട്ട് തന്നെ മലയാളം പഠിക്കുന്നു. അത് കൂടാണ്ട് സെക്കൻഡ് ലാംഗ്വേജും മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് സോഷ്യോളജി ഉണ്ടാവും. പൊളിറ്റിക്കൽ സയൻസിൻ്റെ വേറൊരു ഓപ്ഷനാണ് 42. അതുപോലെ 43 എന്ന് പറയുന്നത് ഗാന്ധിയൻ സ്റ്റഡീസും മലയാളവുമാണ്. അതുപോലെ 44 സോഷ്യൽ വർക്ക്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്,
അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കൂടി വരുന്നു. അപ്പോൾ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷും അതിനകത്ത് പിന്നെ വെയിറ്റേജ് അത് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടതില്ല. അത് ആ കാൽക്കുലേഷൻ വരുന്ന അതും കൂടെ കൂട്ടിയിട്ടാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 45 എന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി ഹിന്ദിയാണ്. അതുപോലെ ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി അറബിക്കാണ് 46 എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഓപ്ഷൻസാണ് നമുക്ക് ഹ്യൂമാനിറ്റീസിൽ ഉള്ളത്. ഇനി കൊമേഴ്സാണ് നമുക്ക് നോക്കേണ്ടത്. കൊമേഴ്സിലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ 36 എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സും കൂടി, സോഷ്യൽ സയൻസിൻ്റെ കൂടെ മാത്തമാറ്റിക്സും കൂടി ആഡ് ചെയ്യുന്നു. 37 എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അതുപോലെ 38 എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. 39 എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതിനെല്ലാം സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ മാത്തമാറ്റിക്സിൻ്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ വെയിറ്റേജ് കണക്കാക്കുന്നത്. നമ്മളുടെ പ്രവേശന ഷെഡ്യൂളിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അവബോധം നമുക്ക് വേണം. ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരാം. അത് പേപ്പറിൽ, ന്യൂസ് പേപ്പറുകളിൽ അതിൻ്റെ അപ്ഡേഷൻ വരും. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ, നമ്മൾ പഠിച്ച സ്കൂളുകളിൽ ഹെൽപ്പ് ഡെസ്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അംഗമായിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതിനകത്ത് കൂടി നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. ന്യൂസ് പേപ്പറിലാണ് ഓതൻറ്റിക്കായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നത്. നമ്മുടെ മുഖ്യഘട്ടം എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം തുടങ്ങുന്ന തീയതി 14/5/2025. അന്ന് തന്നെ പോയി വളരെ റഷായിട്ട് പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം അവസാന തീയതി 25/5/2025 വരെ ഉണ്ട്. അത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി 24/5/2025 അപ്പോൾ അതിനു മുമ്പായിട്ട്, അതായത് ഈ ഒരു 6 ദിവസം കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നമ്മുടെ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി നമുക്ക് അധികം ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. നമ്മളത് നേരത്തെ തന്നെ നമ്മുടെ സ്കൂളുകൾ ഏതൊക്കെ ആണ്, നമ്മൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്, അപ്പം നമ്മുടെ സ്കൂളുകൾ, നിയർ ബൈ ആയിട്ടുള്ള സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്നൊക്കെ ഹെൽപ്പ് ഡെസ്കിൻ്റെ അവരുടെ സഹായത്തോടെ മനസ്സിലാക്കുക. അങ്ങനെ ഒരു പ്രയോറിറ്റി ലിസ്റ്റാക്കുക. അതുപോലെ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ അതുപോലെയുള്ള കാര്യങ്ങൾ, പാസ്വേഡൊക്കെ കൊടുത്ത് കൃത്യമായി ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്ന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം 14/5-നാണ്. അതുപോലെ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം അവസാനിക്കുന്നത് 20/5-നാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി 24/5-നാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി, ആ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം 2 ദിവസത്തേക്ക് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ അങ്ങനെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം പിന്നെ ഒന്നും മാറ്റം പറ്റില്ല. ആദ്യ അലോട്ട്മെൻറ്റ് തീയതി 2/6/2025-ആണ്. മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന തീയതി 17/6/2025-ആണ്. ക്ലാസ്സുകൾ തുടങ്ങുന്ന തീയതി 18/6/2025-ആണ്. പിന്നെ വരുന്നത് സപ്ലിമെൻ്ററി ഘട്ടമാണ്. സപ്ലിമെൻ്ററി ഘട്ടത്തിൽ 28/6/2025 മുതൽ 23/7/2025 വരെയാണ് സപ്ലിമെൻ്ററി ഘട്ടം. അപ്പോൾ മുഖ്യഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ 3 പ്രാവശ്യമുള്ള അലോട്ട്മെൻ്റ് ഉണ്ടാവും. 1-ാം അലോട്ട്മെൻറ്റ്, 2, 3 അലോട്ട്മെൻറ്റുകളുണ്ടാവും. സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അത് 28 മുതലാണ് അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതി. 23/7/2025 അഡ്മിഷൻ പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ. ഇനി സ്പോർട്സ് കോട്ട അഡ്മിഷൻ്റെ ഷെഡ്യൂളും കൂടി നോക്കാം. മുഖ്യഘട്ടം സ്പോർട്സ് മികവ് രജിസ്ട്രേഷനും വെരിഫിക്കേഷനും 23/5/2025 മുതൽ 28/5/2025 വരെയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി 24/5/2025. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 29/5/2025. അതിൻ്റെ പ്രവേശന ഷെഡ്യൂൾ സ്പോർട്സ് കോട്ട അഡ്മിഷൻ മുഖ്യഘട്ടം, അതിൽ രജിസ്ട്രേഷനും വെരിഫിക്കേഷനും 23/5/2025 മുതൽ 28/5/2025 വരെയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട തീയതി 24/5/2025 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയും പറഞ്ഞു. സ്പോർട്സ് കോട്ട മുഖേന 1-ാം തീയതി
ഒന്നാം അലോട്ട്മെൻറ്റ് തീയതി 3/6/2025. സ്പോർട്സ് കോട്ട അവസാന അലോട്ട്മെൻറ്റ് 16/6/2025. അതിന് സപ്ലിമെൻ്ററി ഘട്ടമുണ്ട്. അതും 19/6/2025 രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. ക്ലോസ് ചെയ്യുന്ന 21-ന്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തീയതി 25-നാണ്. അവസാന പ്രവേശന തീയതി 26-നാണ്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട ചില സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയുണ്ടാവും, എയ്ഡഡ് സ്കൂളുകളിൽ. അപ്പോൾ അവിടെ അപേക്ഷ വിതരണം ആരംഭിക്കുന്നത് 29/5-ന് ആരംഭിക്കുന്നത്. കമ്മ്യൂണിറ്റി കോട്ട ഡാറ്റ എൻട്രി ആരംഭിക്കുന്നത് 29/5-ന് തന്നെ ആരംഭിക്കും. അതുപോലെ കമ്മ്യൂണിറ്റി ഡാറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ടത് 5/6-നാണ്. റാങ്ക് ലിസ്റ്റ്, സെലക്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി 9/6/2025-ആണ്. അഡ്മിഷൻ ആരംഭിക്കുന്നത് 10/6-നാണ്. പിന്നെ സപ്ലിമെൻ്ററി ഘട്ടം, ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ തന്നെ സപ്ലിമെൻ്ററി ഘട്ടമുണ്ട്. അതൊക്കെ പ്രോസ്പെക്ടസിൽ നോക്കുക. കൂടുതൽ വിശദമാക്കി കഴിഞ്ഞാൽ വീഡിയോ വലുതാകും. അതുകൊണ്ട് പ്രവേശന ഷെഡ്യൂൾ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ, അതും മുഖ്യഘട്ടം ആരംഭിക്കുന്നത് 10/6-നാണ്. ആ ഡേറ്റുകളൊക്കെ കൃത്യമായി നോക്കുക. അതുപോലെ സപ്ലിമെൻ്ററി ഘട്ടമുണ്ട്, 18/6-ന് ആരംഭിക്കുന്നു. അതുപോലെ അൺഎയ്ഡഡ് കോട്ടയും 10/6-ന് ആരംഭിക്കുന്നു, അവസാനിപ്പിക്കുന്നത് 17/6-ന്. സപ്ലിമെൻ്ററി ഘട്ടം 18/6-ന്, 16/7-ന് അവസാനിപ്പിക്കുന്നു. ഇനി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് പ്രവേശന ഷെഡ്യൂളും ഇതേ രീതിയിൽ തന്നെയാണ്. 16/5-ന് അപേക്ഷാ സമർപ്പണം തുടങ്ങും, 20-ന് അവസാനിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് 24/5-ന്, ആദ്യ അലോട്ട്മെൻറ്റ് 3/6-ന്, മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന തീയതി 17-ന്. ക്ലാസ്സുകൾ തുടങ്ങുന്നത് 18/6-ന് തുടങ്ങും. മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന തീയതി 17/6, ക്ലാസ്സുകൾ തുടങ്ങുന്ന തീയതി 18/6. സപ്ലിമെൻ്ററി ഘട്ടം 23/7-ന് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസ്പെക്ടസ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൻഡിക്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പൻഡിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിലാണ് നമുക്കൊക്കെ ഏത് വിഭാഗത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങൾ, മറ്റൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പൻഡിക്സ് 1, 2, 3, 4, 5, അതുപോലെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുക. അതുപോലെ നമ്മുടെ ഡിസ്ട്രിക്റ്റിന് താഴെയായി തന്നെ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റുകളിലുള്ള കോഴ്സുകളെക്കുറിച്ചും ഏതൊക്കെ സ്കൂളുകളാണെന്നും കോഴ്സുകളുടെ കോഡ് എന്താണെന്നും സ്കൂളിൻ്റെ കോഡ് എന്താണെന്നും ഒക്കെ വിശദമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവബോധം വേണം. അതുപോലെ ഫോമുകൾ, ഇപ്പോൾ EWSൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഫോമുകളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൻഡിക്സ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇത് വേണം. അപ്പോൾ ഈ ഒരു അപ്പൻഡിക്സ് കൂടി നോക്കേണ്ടതുണ്ട്. അതുപോലെ മോഡൽ നമുക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അപേക്ഷ പൂരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു മോഡലും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് അപ്പൻഡിക്സ് 8-ൽ തന്നെ ആപ്ലിക്കേഷൻ ഫോമാണ്. അത് മനസ്സിലാക്കുന്നതിലൂടെ ഒന്ന് ഓടിച്ചു പോകുന്നതിലൂടെ നമുക്ക് ഈസിയായി തന്നെ നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് തന്നെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ ആ കോഴ്സുകൾ നമ്മുടെ പ്രദേശത്തെ ഏത് സ്കൂളിലാണ് ഉള്ളതെന്ന് നോക്കുക. നമ്മുടെ സ്കോർ എത്രയാണെന്ന് അനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുക. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പം ലഭിച്ചെന്ന് വരില്ല, ചിലപ്പോൾ കൂടുതലായിട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. മാർജിനൽ ഇൻക്രീസ് ഉള്ളത് കൊണ്ട് തന്നെ, ഇൻക്രീസ് അടക്കം ഉള്ള അലോട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം നേരത്തെ തന്നെ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി അപേക്ഷ പൂരിപ്പിച്ച്, അതായത് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ പൂരിപ്പിച്ച് വളരെ കൃത്യതയോടെ നമ്മുടെ അഡ്മിഷൻ നേടിയെടുക്കാൻ, നമ്മുടെ അർഹതപ്പെട്ട അഡ്മിഷൻ നമുക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വിജിലൻ്റ് ആകുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയായി ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ.